ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ കണ്ടത് ഒരു ഫോൾസ് ബ്രേക്ക് ആയിരുന്നു. സെൻസെക്സിലെല്ലാം തന്നെ 900 പോയിൻറ്റിൻ്റെ അടുത്ത് റാലി രേഖപ്പെടുത്തി. പിന്നീട് പോയിൻറ്റുകളെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. നിഫ്റ്റിയിലും സമാനമായ അവസ്ഥ. മന്ത്ലി എക്സ്പയറിയാണ്. അതിൻ്റേതായിട്ടുള്ളൊരു വോളറ്റിലിറ്റി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം. FIs കൂടാതെ സെല്ലേഴ്സായിരുന്നു. 5262 കോടി രൂപയ്ക്ക് അവർ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ല് നടത്തി. ഈക്വൽ എമൗണ്ടിന് DIs ബൈ നടത്തിയെങ്കിൽ കൂടിയും മാർക്കറ്റിൽ വോളറ്റിലിറ്റി വിസിബിളായിരുന്നു. ഇന്നത്തെ ഒരു പ്രധാന ന്യൂസ് എന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ഇറാൻ വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തി. അത് ഇറാൻ പ്രസിഡൻറ്റ് തന്നെ പറഞ്ഞു എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളാണ് ഇപ്പോൾ വരുന്നത്. കൂടാതെ തന്നെ മധ്യസ്ഥ ചർച്ചകൾ GCC രാജ്യങ്ങളിൽ നടക്കുന്നുണ്ട്. അപ്പോൾ യുദ്ധം അവസാന ഘട്ടത്തിലേക്കാണെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളും കൂടാതെ തന്നെ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്തിലൂടെയൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതികൾ എല്ലാം തന്നെ മാർക്കറ്റിൽ റിഫ്ലക്റ്റ് ആസ് ഓഫ് നൗ US ഫ്യൂച്ചറിലായിട്ടില്ല. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഇന്നലെ US വിക്സ് ക്രാഷ് ചെയ്തു, 11% ക്രാഷ് ചെയ്തു. അതിന് മുകളിലുള്ള നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, അതായത് ടെക്നോളജി ഇൻഡെക്സ്. എന്നാൽ ഡോ ഫ്ലാറ്റായിരുന്നു. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും ഫ്ലാറ്റായിരുന്നു. പോയിൻറ്റുകളൊന്നും തന്നെ പോയിട്ടില്ല, ജസ്റ്റ് ഫ്ലാറ്റ്. ഇന്ത്യ വിക്സ് ഇന്നലെ ക്രാഷ് ചെയ്തു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ഫ്ലാറ്റാണ്. ജപ്പാൻ, കൊറിയ, ചൈന, ഓസ്ട്രേലിയ ആസ് ഓഫ് നൗ വലിയ ഭീകരമായ പോസിറ്റീവായ രീതിയിലൊന്നും റിയാക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. US മാർക്കറ്റ് ഇന്നലെ ഫർദറായിട്ട് ഇടിഞ്ഞില്ല. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ ഫർദറായിട്ട് ഇടിഞ്ഞില്ല. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റിൽ ഇടിവോ റാലിയോ ഇല്ല. എന്നാൽ US വിക്സ് 11% ക്രാഷ് നടത്തി. ഇന്ത്യ മാർക്കറ്റ് ഇന്നലെ 25,000 മുകളിൽ ക്ലോസ് നടത്തി. ഇന്ത്യ വിക്സും ക്രാഷ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഉള്ള ഓൺലൈൻ ഗ്ലോബൽ അപ്ഡേറ്റ്. ഇനിയിപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനിലേക്ക് പോകുകയാണെങ്കിൽ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. അതിനു മുമ്പ് ഇന്ത്യയിലെ ലീഡിംഗ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക്. ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമ്മുടെ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകാം. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ഫസ്റ്റ് കമ്പനിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഓപ്പൺ ചെയ്യാം. സ്റ്റോക്കിൽ ആദ്യം IPOയിലേക്ക് വരുമ്പോൾ HDB ഫിനാൻസ് 12,500 കോടി രൂപയുടെ IPO സബ്സ്ക്രിപ്ഷൻ ഇന്ന് തുടങ്ങും. IRCTC, ഇന്ത്യൻ റെയിൽവേ അതിൻ്റെ പാസഞ്ചർ ഫെയർ ഉയർത്തുകയാണ് എന്നുള്ള ന്യൂസ്. IRCTC ആണ് ടിക്കറ്റ് റേറ്റ് കളക്ട് ചെയ്യുന്നത് IRCTC പ്ലാറ്റ്ഫോം വഴി. PTC ഇൻഡസ്ട്രീസ് കമ്പനി ഇവരുടെ സബ്സിഡിയറി കമ്പനി പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സഫ്രാൻ എയർക്രാഫ്റ്റ് എഞ്ചിനായിട്ട് സൈൻ ചെയ്തു. ടൈമക്സ് ഗ്രൂപ്പ് ഇവരുടെ പ്രൊമോട്ടേഴ്സ് ഗ്രൂപ്പ് സ്റ്റേക്ക് സെല്ല് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള ന്യൂസ്. ഹിൻഡാൽകോ കമ്പനി ALU കെം കമ്പനീസിന് $125 മില്യൺ അക്യൂർ ചെയ്തു. മസ്റ്റക്ക് കമ്പനി ഇവരുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ റിസൈൻ ചെയ്തതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഓറോവിൻഡോ ഫാർമ കമ്പനി ഇവിടെ പുതിയ മെഡിസിൻ യൂസിൽ ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. JB കെമിക്കലും പുതിയ മെഡിസിൻ അംഗീകാരം ലഭിച്ചു. മണപ്പുറം ഫിനാൻസ്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ബ്രെയിൻ എന്ന് പറയുന്ന മണപ്പുറം ഫിനാൻഷ്യൽ സബ്സിഡിയറിനെ അക്യൂർ ചെയ്യാനായിട്ടുള്ളൊരു അപ്രൂവൽ കിട്ടി. ബജേൽ പ്രൊജക്റ്റ് കമ്പനി 200 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സുപ്രീം ഇൻഫ്ര കമ്പനി 450 കോടി രൂപയുടെ ടണൽ കോൺട്രാക്റ്റിൻ്റെ ഓർഡർ ബോംബെയിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസ്. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭ ദിനം നേരുന്നു. താങ്ക് യു.